കയ്യിൽ എന്തൊക്കെയോ തടയുന്നു വേണോ ചേച്ചി? ഹലോ, വെൽക്കം ടു ഡേ 10 ഓഫ് ഇൻട്രൊഡ്യൂസിംഗ് 1000 പെറ്റ്സ്. ഇന്ന് നമ്മുടെ കൂടെ ഉള്ളത് എക്സോട്ടിക് പെറ്റ് കാറ്റഗറിയിലുള്ള ബോൾ പൈത്തൺ. സോ ബോൾ പൈത്തൺസിനെ പറ്റി പറയുമ്പോൾ ഇവർക്ക് ഈ പേര് കിട്ടിയിരിക്കുന്ന ഇവരുടെ ഒരു ഡിഫെൻസീവ് ടെക്നിക്കിന്റെ ഭാഗമായിട്ടാണ്. ഇവർക്ക് പേടിയുള്ളപ്പോൾ അല്ലെങ്കിൽ ഇവർക്ക് ത്രെറ്റൻഡ് ആയിട്ട് ഫീൽ ചെയ്യുമ്പോൾ തലയൊക്കെ ഉള്ളിൽ വെച്ച് ഉരുണ്ട് ഒരു ബോൾ ഷേപ്പിൽ ഇരിക്കും. അതിനുകൊണ്ടാണ് ഇവരെ നമ്മൾ ബോൾ പൈത്തൺ എന്ന് പറയുന്നത്. ഇവരെ അത്യാവശ്യം നല്ല ടെമ്പർമെന്റ് ആണ്, നല്ല കാം ആൻഡ് ജെന്റിൽ ആയിട്ടുള്ള മൂവ്മെന്റും ബിഹേവിയറും ഒക്കെയാണ്. അതുകൊണ്ട് റെപ്റ്റൈൽ കീപ്പിംഗിൽ ബിഗിനേഴ്സ് ആയിട്ടുള്ള ആൾക്കാർക്കും സജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു പെറ്റാണ് ബോൾ പൈത്തൺ എന്ന് പറയുന്നത്. ഇവര് പിന്നെ വളരെ കാലങ്ങളായിട്ട് നമ്മൾ ക്യാപ്റ്റിവിറ്റിയിൽ ബ്രീഡ് ചെയ്യുന്ന കാരണം അത്യാവശ്യം ഒരുപാട് കളേഴ്സും പാറ്റേൺസും ഒക്കെ അവൈലബിൾ ആയിട്ടുണ്ട്. നമ്മുടെ കയ്യിൽ ഇരിക്കുന്ന ഒരു പേസ്റ്റൽ കളറാണ്. നമുക്ക് കാണാം ഇവരുടെ ബോഡിയേക്കാളും വളരെ ചെറിയ സൈസ് ആയിരിക്കും ഇവരുടെ തല. അതുപോലെ തന്നെ അണ്ടർ ബോഡി ഒരു ക്രീമിഷ് കളറാണ്. ഈ പാറ്റേൺസിനൊക്കെ നമ്മൾ മോപ്സ് എന്നാണ് പറയുന്നത്. ഇവരുടെ ലൈഫ് സ്പാൻ എന്നൊക്കെ പറയുന്നത് അത്യാവശ്യം ലോങ് ടേം ആണ്. ഒരു 15 to 30 years വരെയൊക്കെ നല്ലോണം നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഇവർക്ക് ലൈഫ് സ്പാൻ ഒക്കെ ഉണ്ട്. അപ്പോൾ കമ്മിറ്റ്മെന്റും റെസ്പോൺസിബിലിറ്റി ഒക്കെ അത്യാവശ്യം നല്ലോണം ഏറ്റെടുക്കാൻ പറ്റുന്നവർ മാത്രം ഇവരുടെ പെറ്റായിട്ട് വെക്കുക. ഇവരുടെ ഫേവറേറ്റ് ഫുഡ് എന്ന് പറയുന്നത് മൈസാണ്. അത് ലൈവായിട്ട് തന്നെ കിട്ടണം എന്ന് നിർബന്ധമുള്ള ആൾക്കാരുമാണ്. ആൻഡ് ലൈവ് മൈസസ് ഒക്കെ നമുക്ക് പെറ്റ് സ്റ്റോഴ്സിൽ അവൈലബിൾ ആണ്. പിന്നെ നമ്മൾ മറ്റ് പെറ്റ്സിനെയൊക്കെ വെക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു സാറ്റിസ്ഫാക്ഷൻ, നമ്മൾ വിളിച്ചാൽ ഓടി വരും, അല്ലെങ്കിൽ നമ്മൾ പറഞ്ഞാൽ കേൾക്കും, നമുക്കൊരു കണക്ഷൻ ഉണ്ടാവും അവരായിട്ട്, നമ്മൾ തിരിച്ച് സ്നേഹിക്കും. അങ്ങനെയുള്ള ബന്ധങ്ങളൊന്നും സ്നേക്സിന് നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റത്തില്ല. കാരണം ലവ് ആൻഡ് അഫെക്ഷൻ എന്നീ സംഭവങ്ങളൊക്കെ ഐഡന്റിഫൈ ചെയ്യാനുള്ള ബ്രെയിൻ ആക്ടിവിറ്റി സ്നേക്സിന് ഇല്ല എന്നാണ് പറയപ്പെടുന്നത്. നമ്മൾ ഇവരെ കീപ്പ് ചെയ്യുന്നവരോട് നമ്മൾ ചോദിക്കുകയാണ് ഇപ്പൊ എന്തിനാണ് നമ്മൾ ഇങ്ങനെ ഒരു പെറ്റിനെ വെക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇറ്റ്സ് ജസ്റ്റ് എ വൗ ഫാക്ടർ. നമുക്ക് യുണീക്ക് ആയിട്ടുള്ള എക്സോട്ടിക് ആയിട്ടുള്ള ഒരു പെറ്റ് നമ്മുടെ കയ്യിലുണ്ട് എന്നുള്ളൊരു സാറ്റിസ്ഫാക്ഷന് വേണ്ടിയിട്ടാണ്. പിന്നെ ഇവർ റിലേറ്റീവ്ലി ലോ മെയിൻ്റനൻസ് ആണ്. മറ്റ് പെറ്റ്സിനെ പോലെ നമ്മൾ ദിവസവും ടേക്ക് കെയർ ചെയ്യോ അല്ലെങ്കിൽ നടത്തിക്കോ അങ്ങനെയുള്ള കമ്മിറ്റ്മെന്റ്സ് ഒന്നുമില്ല. നമ്മൾ ആഴ്ചയിൽ 1-2 പ്രാവശ്യം ഫീഡ് ചെയ്താൽ മതി. പിന്നെ ഫീഡ് ചെയ്യിക്കുമ്പോഴും അതുപോലെ തന്നെ ഇവർ ഷെഡ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഇവരെ ഹാൻഡിൽ ചെയ്യാൻ പാടില്ല. ബാക്കിയുള്ള സമയങ്ങളിൽ നമ്മൾ ഹാൻഡിൽ ചെയ്യണം, എന്നാലേ നമ്മളായിട്ട് ഇണങ്ങത്തുള്ളൂ. ഇവര് ഹൈപ്പോ അലർജിനിക് ആണ്. അതുകൊണ്ട് ഇവരായിട്ട് നമുക്ക് അലർജീസ് ഒന്നും ഉണ്ടാക്കത്തില്ല. അതുപോലെ തന്നെ ഇവരെ മെയിൻറ്റെയിൻ ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അഗെയിൻ വെറ്റിനറി സപ്പോർട്ട് എവിടെയുണ്ട് എന്നുള്ളതാണ്. റെപ്റ്റൈൽ സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള ആൾക്കാരെ കണ്ടുപിടിച്ച് വെക്കുക. എന്നാലാണ് ഇവർക്ക് എന്തെങ്കിലും ഇൻഫെക്ഷനോ അസുഖമോ എന്തെങ്കിലും വന്നു കഴിയുമ്പോഴത്തേക്കും നമുക്കത് സപ്പോർട്ട് ടൈംലി ആയിട്ടുള്ള സപ്പോർട്ട് പ്രൊവൈഡ് ചെയ്യാൻ പറ്റത്തുള്ളൂ. പിന്നെ ഇവരുടെ എൻക്ലോഷേഴ്സിന്റെ കാര്യം നമ്മൾ അത്യാവശ്യം നല്ലോണം ശ്രദ്ധിക്കണം. ചെറിയൊരു അക്വേറിയം സ്പേസ് മതിയാവും, അല്ലെങ്കിൽ വലിയ ലാർജ് സ്പേസസും നമുക്ക് പ്രൊവൈഡ് ചെയ്യാം. വാം ആൻഡ് ഹ്യൂമിഡ് ആയിട്ടുള്ള ക്ലൈമറ്റ് മെയിൻറ്റെയിൻ ചെയ്യാൻ ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ നല്ലോണം പൂട്ടിയിട്ടുണ്ടെന്ന് ഉറപ്പുവരുത്തുക. കാരണം ചെറിയൊരു ഗ്യാപ്പ് കിട്ടിയാൽ പോലും ഇറങ്ങി പോകാൻ വളരെ മിടുക്കരാണ് ബോൾ പൈത്തൺ. അപ്പോൾ നമ്മുടെ ബോൾ പൈത്തൺ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അടുത്ത ദിവസം മറ്റൊരു പെറ്റുമായി കാണാം. Until then, take care. Bye bye.